ഹലോ ഷുട്ടുപണികളെ. അപ്പോ ഇന്ന് നമ്മള് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. നമുക്ക് ആക്ച്വലി ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണെന്ന് തോന്നരുത്, ശരിക്കും ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അപ്പം അതിനാദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ പോകണം. അടുക്കളയിൽ ചെന്നിട്ടാണ് നമ്മൾ ചിക്കൻ പെരട്ട് ഉണ്ടാക്കേണ്ടത്. ഇനി എന്തായാലും കാണിച്ചു തരാം ചിക്കൻ പെരട്ട്. നമ്മുടെ ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആരാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? അബ്സല്യൂട്ട്ലി ഞാനല്ല, പപ്പയാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അഭിനയിക്കുന്ന ചിക്കൻ പെരട്ട് ഉണ്ടാക്കും. ഇത് പുതിയ ഉരുളിയാണ്, വൈറ്റ് കട്ടിയുള്ള ഉരുളി. നമ്മള് നല്ല പെരട്ടി എടുക്കണം, അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. ഇത് ഞാൻ ഇനി പറഞ്ഞു കൊടുക്കണം, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഭയങ്കര ബിഗ് ഡീലാണ്. എങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ ഗൈസ്, അടുത്ത് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. എത്ര ഒഴിക്കണമെന്ന് പറയുന്നു? ഈ എണ്ണ ഒഴിക്കാൻ അമ്മ സംസാരിച്ചോ? ഓ, അമ്മ എന്റെ ഈ ചാനലിൽ സംസാരിക്കൂലല്ല, എന്റെ ചാനലിൽ സംസാരിക്കൂല അമ്മ. ഇനി ഇത് ചൂടാവും. ഒരു 6 സ്പൂൺ എണ്ണ, ഇത്ര ഇല്ലെന്ന് തോന്നുന്നു. ഇനി കുറച്ച്, ഇത്ര മതിയാ, കുറച്ച് ജീരകം, പെരുംജീരകമാണ്, കറക്റ്റ് അല്ലേ? പെരുംജീരകമാണ് ഇഷ്ടമണികളെ നമ്മൾ ഇടേണ്ടത്. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വൃത്തിയായിട്ടാണ് ഒരു ശകലം പോലും കളയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോഴേ ഒരു പ്രത്യേക മണമാണല്ലേ. എന്താ എത്ര മണം? അപ്പോഴേ നമുക്ക് ഫുൾ കറി വെച്ച പോലത്തെ ഒരു മണമാണ്. ഈ സ്പൂൺ വേണ്ടി വരും എന്തായാലും. നന്നായിട്ട് നമ്മള് കടുകിടത്തില്ല. ഓക്കെ, നന്നായിട്ട് ഇളക്കണം. കരിവേപ്പില ഇടും, കരിവേപ്പില നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യല്ല, പച്ച ഇത് മാറ്റിയെടുക്കണം. ഇനി എന്തോ വേണം? ഗൈസ്, എന്നല്ല ഇതിനകത്ത് തന്നെ ഇപ്പൊ കുറെ പേര് കണ്ടുകൊണ്ടിരിക്കുന്നവര് ഷമീർ ചേട്ടന്റെ ലൈവ് കണ്ടിട്ട് വന്നവരായിരിക്കും. ആൻഡ് അങ്ങനെ വന്ന എനിക്കിപ്പോ 3K സബ്സ്ക്രൈബേഴ്സ് ആയി. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത അത്രയും ആളുകൾക്കും എന്റെ 3.20 എത്രയോ K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 3.20 എത്രയാണ്, അത്രയും പേർക്കും എന്റെ എല്ലാ ശുട്ടിമണികൾക്കും ലവ് യു. കാരണം അത് വലിയൊരു ഇതാണ്. കേൾക്കുമ്പം 3K അല്ലേ ഉള്ളൂ, പക്ഷെ അതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. 1000 തന്നെ, അത് ഒറ്റ ദിവസം കൊണ്ടാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി വാച്ച് അവറും കൂടെ കൂട്ടിയെടുത്ത ചാനൽ മോണിറ്റൈസ്ഡ് ആവും. ഉള്ളിടട്ടാ, ഉപ്പിടണ്ട. നമുക്കിതെങ്ങനെ എന്തെങ്കിലും പിടിക്കാതെ തന്നെ വീഴത്തില്ലല്ലോ അല്ലേ? ഇപ്പൊ തന്നെ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട്?
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിന്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ എന്തോന്നൊക്കെ ഇട്ടമ്മ? ജിഞ്ചർ ഗാർലിക് പച്ചമുളക്. ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകുമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഇപ്പം ഇട്ടിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്. ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടണം. നിങ്ങൾ ഇതേ കണക്കുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി കിട്ടും. ചിക്കൻ പെരട്ടാണ്, ചിക്കൻ കറിയല്ല, പെരട്ടാണ്. അതേപോലെ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. നമ്മൾ ഇത് ഉദ്ദേശത്തോടെയാണ്, ചിക്കൻ പെരട്ടുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത്രയും കട്ടിയുള്ള ഒരു ഗൈസ്. നമ്മളപ്പം ഇതെങ്ങനെ എടുക്കുന്ന ഇങ്ങോട്ട് ഗൈസ്. ഞാൻ പ്രോ അല്ല, അതുകൊണ്ട് കുറച്ച് പറ്റും. പക്ഷെ എങ്കിലും ഞാൻ സെറ്റ് ചെയ്ത് ഇത്രയും ആക്കി എടുത്തു. ചിക്കൻ വാവ് ആയിട്ടുണ്ട്. ശകലം എണ്ണ ഒഴിക്കണമെന്ന് തോന്നുന്നു. വേണോ? വേണ്ട. കളിയാക്കരുത്. മതി. ചുട്ടുമണികളെ നൗ ലെറ്റ്സ് ആഡ് മസാല. നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. എനിക്ക് കറക്റ്റ് അളവ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവര് ഇത് അടപ്പിലെടുത്ത് വെച്ചായിരുന്നു. ആദ്യം ചില്ലി പൗഡർ അല്ലേ? ഇതല്ലേ ചില്ലി പൗഡർ? അതെ. ഇത് മസാലപ്പൊടി, മല്ലിപ്പൊടി. ഇനി ഇത് കുരുമുളക് പൊടി, അത് എനിക്കറിയാം. പിന്നെ ഇത് മസാലിന്റെ മണം എനിക്ക് ഭയങ്കര. നമ്മൾ വാങ്ങിച്ച് പൊടിച്ചതാണ്. ഞാൻ പൊടിച്ചു ചുമ്മാ. കൈപൊളി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കണം. അപ്പം പപ്പ ഇളക്കും. ഇത് എനിക്ക് നന്നായിട്ട് ശക്തി ഉണ്ടായതുകൊണ്ട്, എനിക്ക് ഇളക്കാൻ പറ്റുമെന്നായതുകൊണ്ട് തന്നെ ഞാൻ പപ്പയെ കൊണ്ട് ഇളക്കുകയാണ്. വെറുതെ എന്തിനാണ് ഞാൻ ഇളക്കുക? തവിയും ഉരുളിയൊക്കെ പൊട്ടുന്നത് എന്റെ ശക്തി പ്രയോഗിച്ചിട്ട്. കണ്ടോ? ഇങ്ങനെയാണ് ഇളക്കണം. ഞാൻ പറഞ്ഞെന്ന പോലെ ഇളക്കണേ പപ്പ. ഇതും ചപ്പാത്തി. അമ്മ ചപ്പാത്തിയാണോ അമ്മ? എനിക്ക് നിങ്ങൾക്കൊരു സ്നേഹമില്ല. അമ്മയ്ക്ക് എൻ്റെ അടുത്തൊരു സ്നേഹമില്ല. പപ്പയ്ക്കാണ് എൻ്റെ അടുത്ത് ഈ വീട്ടില് സ്നേഹമുള്ളത്. ഷീ ഹേറ്റ് മീ. തക്കാളിയിലോ? യാ. ഇത് ക്യാരറ്റ് വിഴുക്കുവരട്ടി. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. എന്തോന്നൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്? മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇത്രയും തന്നെ ഇട്ടിട്ടുള്ള. ഇതിനകത്ത് വിനാഗിരി ഒന്നും ഇട്ടിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇറച്ചിയിടാം. വാവ്. ആയാ? അല്ല, വെന്തതിനെ ആയാ? ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പം ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് നല്ല കടയില രുചിയായിരിക്കും ചിക്കൻ കറി. മനസ്സിലായ? ഒരു റിയൽ ചിക്കനകത്ത് ഒരു മസാല ഉണ്ടായോണ്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല രുചിയായിരിക്കും കഴിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കഴിക്കുന്നത്. വാവ്, ലുക്ക് അറ്റ് ദാറ്റ് കറി. റേഷൻ അരിച്ചോറ്. കുറച്ചേരം അടച്ചു വെക്കണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതില് തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല.
ഇതിന്റെ വെള്ളത്തിൽ ഇത് വേകണം. അങ്ങനെയാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. അടയ്ക്കണം, നന്നായിട്ട് അടയ്ക്കണം. അടപ്പ് അങ്ങനെയെങ്കിലും അടച്ചാൽ മതി. ഗൈസ്, വീഡിയോ എടുത്ത് ഇത്രയും നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് വോയിസ് ഇല്ലായിരുന്നു. കളഞ്ഞ ഇച്ചിരി കളഞ്ഞുള്ളൂ. ചിക്കൻ നമ്മള് തക്കാളി മറന്നുപോയി തക്കാളി ചേർക്കാന്. ഒരു സ്പൂൺ അരപ്പുണ്ട്. ഗൈസ്, this plant is producing oxygen. കണ്ട എൻ്റെ പൊന്നു, ഇതെന്തരുത്? ഓക്സിജൻ. അപ്പൊ ഇത് മീൻ ശ്വസിക്കോ? എല്ലാ ചെടി ഇങ്ങനെ ചെയ്യാറുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാനിതിപ്പം രണ്ടാമത്തെട്ടാണ്. പായലല്ലേ? ആമ്പലെന്ന് പറഞ്ഞ പൂ. ഈ കുളത്തിലൊക്കെ പൂത്തിക്കണ്ടില്ലേ ഇങ്ങനെ ഈ സാധനം. വാവുമായിട്ടുണ്ട് ഇത്. നോക്ക്, ഓക്സിജൻ. ആ കുമ്മള ഉണ്ടാ, അതാണ് ഓക്സിജൻ. ഗൈസ്, the curry is ready. ഫോണിൽ ഇതിൻ്റെ ഭംഗി കാണാൻ അധികമായി പറ്റുന്നില്ല. എവറിത്തിങ് ഈസ് വെൽ കുക്ക്ഡ് ആൻഡ് ലുക്കിംഗ് സോ ടേസ്റ്റി. അപ്പോൾ ഒന്ന് വെള്ളം വരുന്നു ഇത് കണ്ടിട്ട്. ബട്ട് ഇത് ആവാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ക്യൂട്ട്നെസ്, ക്രിഞ്ച്. ഗൈസ്, ആക്ച്വലി ഞാൻ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം എരിയും ഉണ്ട്. അപ്പോഴത്തേക്കും അതാ Despite having a full meal, imagine this job is your daily nutrition requirement. And this gap is called nutrition gap. I recommend Centrum Multivitamins Daily. It's clinically proven to increase energy by 27% and improve immunity.